ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ബ്ലോക്ക് 2-ലെ 5th ചാപ്റ്റർ 6ാമത്തെ ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. നമുക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ വിത്ത് ഫോക്കസ് ഓൺ പ്രിപ്പയർനെസ്, പ്രിവെന്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ, ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ചാക്രികം എന്ന് പറയും. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ചാക്രികം, വട്ടത്തിൽ കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സൈക്കിൾ എന്ന് പറയുക. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റിനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അത് മാത്രമല്ല അതിനെ തടയാൻ, ഡിസാസ്റ്ററിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഓരോ സൈക്കിൾ മോഡൽസ് ആണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് നമ്മൾക്ക് കടക്കാം. ശ്രദ്ധിച്ചോളൂ. ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ അപ്രോച്ച് ടുവാർഡ് ഡിസാസ്റ്റർ. ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ അപ്രോച്ച് ടുവാർഡ്സ് ഡിസാസ്റ്റർ. അപ്പൊ ഈ യൂണിറ്റിലെ 6ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളില് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക് നോക്കാം. ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ അപ്രോച്ച് ടുവാർഡ്സ് ഡിസാസ്റ്റർ. It was only after the Yokohama strategy for disaster reduction. Yokohama strategy for disaster reduction in 1944 that the approach at the international level took a shift from relief to mitigation and prevention. അതായത് ഇവിടെ പറയുന്നത് പോലെ, ഇവിടെ എന്താണ് പറയുന്നത്, 1944-ൽ 1944-ൽ ഒരു മിനിറ്റ്, 1994 1994 എന്നാണ്. അപ്പൊ 1994-ൽ 1994-ൽ യോക്കോമ സ്ട്രാറ്റജി ഫോർ ഡിസാസ്റ്റർ, അതായത് യോക്കോമ ദുരന്ത നിവാരണ തന്ത്രം നടപ്പിലാക്കിയതിനു ശേഷം മാത്രമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഡിസാസ്റ്റർ ലഘൂകരണത്തിലേക്കും പ്രതിരോധത്തിലേക്കും സമീപനം മാറിയത്. അപ്പോ ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ ദ യോക്കോമ സ്ട്രാറ്റജി ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ. യോക്കോമ സ്ട്രാറ്റജി 1994-ൽ നടപ്പാക്കിയിട്ടുള്ള ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നടപ്പാക്കിയ ഒരു തന്ത്രമാണ് യോക്കോമ സ്ട്രാറ്റജി. ഈ യോക്കോമ സ്ട്രാറ്റജി പ്രകാരം ഈ തന്ത്രത്തിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ ദുരന്തങ്ങളെ ലഘൂകരിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുമാണ് ഈ ഒരു സ്ട്രാറ്റജി 1994-ൽ നടപ്പാക്കിയത്. അപ്പൊ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്തങ്ങളെ ഒരു പരിധി വരെ ലഘൂകരിക്കുക, കുറയ്ക്കുന്നതിനും തടയുക, പ്രിവെന്റേഷൻ എന്ന് പറഞ്ഞാൽ തടയുന്നതിനും വേണ്ടിയാണ് 1994-ൽ യോക്കോമ സ്ട്രാറ്റജി ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ എന്നൊരു സ്ട്രാറ്റജി നടപ്പാക്കിയത്. The Yokohama strategy states that disaster prevention, mitigation, preparedness are better than disaster relief. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ വ്യക്തമാക്കുന്നത്, ദുരന്തങ്ങളെ പ്രതിരോധിക്കുക, ലഘൂകരിക്കുക, അതേപോലെ തന്നെ തയ്യാറെടുപ്പ്. The Yokohama strategy states that disaster prevention, ദുരന്തങ്ങളെ തടയുക, അതേപോലെ തന്നെ ദുരന്തങ്ങളെ പ്രതിരോധിക്കുക, ലഘൂകരിക്കുക, തയ്യാറെടുപ്പ്, പ്രിപ്പയർഡ്നെസ്. എന്താ പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ, ദുരന്തങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ എന്താ, നമ്മൾക്കറിയാം വെള്ളപ്പൊക്ക ഭീഷണി നേരിടുമ്പോൾ നമ്മളുടെ ലോക്കൽ ബോഡീസിൽ നിന്നും അറിയിപ്പ് കിട്ടും. മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് തുടങ്ങിയ ലോക്കൽ ബോഡീസിൽ നിന്നും നമുക്ക് ചില അറിയിപ്പുകൾ കിട്ടാറുണ്ട്. ഇന്ന തോതിൽ ഇന്ന ഏരിയകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നതായിരിക്കും, അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതല്ലെങ്കിൽ മണ്ണിടിച്ചൽ നേരിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു കവറിലാക്കി ഒരു കിറ്റ് കയ്യിൽ പിടിക്കണം
അല്ലെ, അത്യാവശ്യമായിട്ട് ടോർച്ച്, അതേപോലെ തന്നെ നമ്മളുടെ വീടിന്റെ ബോണ്ട്, ആധാരം, അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റുകള്, അത്തരത്തിലൊക്കെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കടലാസുകളും രേഖകളും പേപ്പേഴ്സും ഒക്കെ നമ്മളോട് കയ്യിൽ വെക്കാൻ പറയും. അത്തരത്തിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട രേഖകളും അതേപോലെ തന്നെ ഒരു ടോർച്ചും കയ്യിൽ കരുതണമെന്ന്, അത്യാവശ്യമായിട്ടുള്ള മരുന്നുകളും കയ്യിൽ കരുതണമെന്ന് നമുക്കൊരു നിർദ്ദേശം ലോക്കൽ ബോഡീസ് തരാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ തരുന്ന ഈ ലോക്കൽ ബോഡീസിന്റെ നിർദ്ദേശത്തെയാണ് ഇവിടെ എന്ത് പറയുന്നത്? പ്രിപ്പയർഡ്നെസ്. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ എന്താണ് പ്രിപ്പയർഡ്നെസ്? പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നേരിടണമെങ്കിൽ മുൻകരുതൽ എടുക്കണം. അതിനെയാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിപ്പയർഡ്നെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ യോക്കോമ സ്ട്രാറ്റജി എന്താണ് ഇവിടെ വ്യക്തമാക്കുന്നത്? ഡിസാസ്റ്റർ പ്രിവെന്റേഷൻ, ഡിസാസ്റ്ററിനെ, ദുരന്തങ്ങളെ എന്ത് ചെയ്യുന്നു? പ്രതിരോധിക്കുന്നു. മിറ്റിഗേഷൻ, ലഘൂകരിക്കുന്നു. പ്രിപ്പയർഡ്നെസ്, തയ്യാറെടുപ്പ് നടത്തുന്നു. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുകയും പ്ലാനിങ് നടത്തുകയുമാണ് ഏത് സ്ട്രാറ്റജി പ്രകാരം ചെയ്യുന്നത്? യോക്കോമ സ്ട്രാറ്റജി. എന്നാണ് യോക്കോമ സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1994. ഡിസാസ്റ്റർ, അടുത്തതായിട്ട് അതിൽ പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഓഫ് 2005. The act states that the national plan shall include ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് നാഷണൽ പ്ലാൻ, ദേശീയ ആസൂത്രണമായിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, measure to be taken for prevention of disaster or the mitigation of their effect. ദുരന്തങ്ങൾ തടയുന്നതിനോ അവയുടെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനോ സ്വീകരിക്കേണ്ട നടപടികൾ. measure to be taken for prevention of disaster or the mitigation of their effect. ദുരന്തങ്ങൾ തടയുന്നതിനോ അവയുടെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനോ സ്വീകരിക്കേണ്ട നടപടികൾ. And second point, measure to be taken for the integration of mitigation measures in the development plan. വികസന പദ്ധതികളിൽ ലഘൂകരണ നടപടികൾ സംയോജിക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ. measure to be taken for the integration of mitigation measures in the development plan. അതായത് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? വികസന പദ്ധതികളിൽ ലഘൂകരണ നടപടികൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതിന്റെ നടപടികളെയാണ് എന്ത് പറയുന്നത്? measure to be taken for the integration of mitigation measures in the development plan. Third point, measure to be taken for preparedness and capacity building to effectively respond to any threatening disaster situation or disaster. അതേപോലെ തന്നെ തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്? measure to be taken for preparedness and capacity building to effectively respond to any threatening disaster situation or disaster. അതായത് ഭീഷണിപ്പെടുത്തുന്ന ഏതെങ്കിലും ദുരന്ത ദുരന്തങ്ങളോ ഫലമായി പ്രതികരിക്കുന്നതിന് തയ്യാറെടുക്കുന്നതിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സ്വീകരിക്കേണ്ട നടപടികൾ. measure to be taken for preparedness. preparedness എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എന്തിന്? ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ തയ്യാറെടുപ്പ് നടത്തുക. and capacity building to effectively respond to any threatening disaster situation or disaster. ഭീഷണിപ്പെടുത്തുന്ന, ത്രട്ടനിങ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക. അപ്പൊ ഭീഷണിപ്പെടുത്തുന്ന ഏതെങ്കിലും ദുരന്ത ദുരന്തങ്ങളോടോ ഫലപ്രദമായി പ്രതികരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുപ്പും അതിന് വേണ്ട നടപടിക്രമങ്ങളും സ്വീകരിക്കേണ്ടതാണ്. ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ സിറ്റുവേഷൻ നേരിടുമ്പോൾ അതിനു വേണ്ട പ്രിപ്പയർഡ്നെസ്സും അതിന് വേണ്ട കപ്പാസിറ്റിയും നമ്മൾ ആർജിക്കേണ്ടതാണ്. ആൻഡ് ഫോർത്ത് പോയിന്റ്, rules and the responsibility of different ministries or department of the government of India in respect of measures on the three aspects. അതേപോലെ തന്നെ
മുകളിൽ സൂചിപ്പിച്ച മുകളിൽ ഞാൻ പറഞ്ഞ ഈ 1, 2, 3 മുകളിൽ സൂചിപ്പിച്ച 3 വശങ്ങളെ കുറിച്ച് നടപടികളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റ് വിവിധ മന്ത്രാലയങ്ങളുടെയോ വകുപ്പുകളുടെയോ റോളുകളും ഉത്തരവാദിത്വങ്ങളും നൽകുന്നുണ്ട്. അപ്പൊ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാവരോടും എന്തു ചെയ്യുന്നുണ്ട്, നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും പാലിക്കപ്പെടേണ്ടതാണെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് നൽകുന്നുണ്ട്, നിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അതിപ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് നോക്കിക്കോളൂ, സ്റ്റേജസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ. സ്റ്റേജസ് ഓഫ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേജസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ. ദുരന്തങ്ങളെ മാനേജ് ചെയ്യാനുള്ള ഒരു ചാക്രികത്തിന്റെ ഘട്ടങ്ങൾ. ചാക്രിക സൈക്കിൾ പറഞ്ഞാൽ എന്താ, വട്ടത്തിൽ കറങ്ങുന്ന ചക്രത്തെയാണ് നമ്മൾ സൈക്കിൾ എന്ന് അറിയാം. അപ്പൊ ഇവിടെ ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാനുള്ള സൈക്കിൾ ഏതൊക്കെയാണ്? പ്രീ ഡിസാസ്റ്റർ, പ്രിപ്പയർഡ്നെസ്, മിറ്റിഗേഷൻ, പ്രിവെൻഷൻ, റിസ്ക് റിഡക്ഷൻ, റിക്കവറി, പോസ്റ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ്. അപ്പൊ ഇത് നേരെ ഇങ്ങനെ പോരാ. ഡിസാസ്റ്റർ, റെസ്പോൺസ്. ഇപ്പൊ നമുക്ക് ദുരന്തം ഉണ്ടായി, അതാണ് ഡിസാസ്റ്റർ. അതിനെ റെസ്പോൺസ് ചെയ്തു. പോസ്റ്റ് ഡിസാസ്റ്റർ, അതിൽ നിന്ന് നമ്മൾ റിക്കവറിയിലേക്ക് എത്തി. അതേപോലെ പിന്നെ നമ്മൾ എന്തൊക്കെ പാലിക്കണം ഇവിടെ ഈ ഭാഗമായിരിക്കുമ്പോൾ? പ്രീ ഡിസാസ്റ്റർ, പ്രിപ്പയർഡ്നെസ്, മിറ്റിഗേഷൻ, പ്രിവെൻഷൻ, റിസ്ക് റിഡക്ഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സൈക്കിളിനെയാണ് സ്റ്റേജസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമിന് സ്റ്റേജസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ചോദിച്ചു കഴിഞ്ഞാല് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വെക്കേണ്ടത്. ഈ സൈക്കിൾ ഒരു ഡയഗ്രാം പോലെ നിങ്ങൾ ഇത് വരച്ച് കാണിക്കണം. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇനി നമ്മൾക്ക് ഇതിൽ ഓരോ പോയിന്റും പഠിക്കണം. പ്രീ ഡിസാസ്റ്റർ എന്താ എന്നും ഇതിൽ ഓരോ കാര്യങ്ങൾ, പ്രിവെൻഷൻ എന്താണ്, മിറ്റിഗേഷൻ എന്താണ്, പ്രിപ്പയർഡ്നെസ് എന്താണ്, റെസ്പോൺസ് എന്താണ്, റീഹാബിറ്റേഷൻ എന്താണ്, റീകൺസ്ട്രക്ഷൻ എന്താണ്, റിക്കവറി എന്താണ്, ഒരു ചാർട്ടായിട്ട് നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്തതിൽ നമുക്ക് ടീച്ചർ എഴുതിയിട്ടിട്ട് പറയാം. ഓക്കെ. അപ്പൊ കുട്ടികളെ, നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം സ്റ്റേജ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ആയിരുന്നു. അതില് സ്റ്റേജസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിൽ നമ്മൾ സൈക്കിൾ പോലെ ഈ ഒരു ഡയഗ്രാം ടീച്ചർ വരച്ചിട്ടിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഇതിൽ വരുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് കുട്ടികളൊന്ന് ശ്രദ്ധിച്ചോളൂ. നമുക്ക് നോക്കാം. സ്റ്റേജ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ്. ആദ്യം നമ്മളൊരു ഡിസാസ്റ്റർ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിൽ വരുന്ന ഒന്നാമത്തെ ഘടകമാണ് എന്ത്? പ്രിവെന്റേഷൻ. പ്രിവെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തടയുക, ഡിസാസ്റ്ററിനെ തടയുക. എങ്ങനെയാണ് ഡിസാസ്റ്ററിനെ തടയുക? ശ്രദ്ധിക്കൂ. പ്രിവെന്റേഷൻ എന്ന് പറയുമ്പോൾ പ്രിവെന്റേഷൻ ആക്ടിവിറ്റി എയിം അറ്റ് ടോട്ടലി അവോയ്ഡിങ് ദ അഡ്വേഴ്സ് ഇമ്പാക്ട് ഓഫ് ഹസാർഡ് ആൻഡ് പ്രൊഡ്യൂസിംഗ് മീൻസ് ടു മിനിമൈസ് എൻവയോൺമെന്റൽ, ടെക്നോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്. അതായത് പ്രതിരോധം സൃഷ്ടിക്കുക, പ്രിവെന്റ് ചെയ്യുക. എന്ത് ചെയ്യാനാ പറയുന്നത്? തടയാനാ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, prevention activity aim at totally avoiding adverse impact of hazard, providing means to minimize environmental, technological and biological disasters. അതായത് ഏതൊക്കെയാണ് ഇവിടെ? ഏതൊക്കെ ഡിസാസ്റ്ററുകളെ തടയാനാണ്? എൻവയോൺമെന്റൽ, അതായത് ജൈവ ദുരന്തങ്ങളെ, പ്രകൃതി ദുരന്തങ്ങളായിട്ടുള്ള
മിനിമൈസ് എൻവയോൺമെന്റൽ ടെക്നോളജി ആൻഡ് ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്. പ്രകൃതി ദുരന്തങ്ങളെയും ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സിനെയും എങ്ങനെ തടയണം എന്നാ അവിടെ പറയുന്നത്? അതായത് prevention activity aim at totally avoiding adverse impact of hazard, providing means to minimize environmental, technological and biological disasters. അതായത് നമുക്കറിയാം സമുദ്രതീരങ്ങളിലെ നാശനഷ്ടങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കാനും മറ്റ് സാമ്പത്തിക സാങ്കേതിക ജൈവ ദുരന്തങ്ങൾക്ക് പരിഹാരം കാണാനും നമ്മൾക്ക് എന്ത് സഹായിക്കുന്ന പറയുന്നത്? ഒരുവിധം നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു പരിധി വരെ നമുക്ക് എന്തിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും? ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് പറയുന്നത്? പ്രിവെന്റേഷൻ ആക്ടിവിറ്റി എയിം ടോട്ടലി അവോയ്ഡിങ് അഡ്വേഴ്സ് ഇമ്പാക്ട് ഓഫ് hazard and providing means to minimize environmental, technological and biological disaster, depending on social and technical feasibility and cost belief consideration, investing in preventive measures to justified in area frequently affected by disaster. അതായത് ഡിസാസ്റ്ററിനെ തടയണമെങ്കിൽ അതിനു വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനത്തെ തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സിനെ തടയാൻ? എൻവയോൺമെന്റൽ, ടെക്നോളജിക്കലും ബയോളജിക്കൽ ഡിസാസ്റ്റർ. അപ്പൊ ബയോളജിക്കൽ ഡിസാസ്റ്റർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തടയണമെങ്കിൽ നമുക്ക് പ്രകൃതിപരമായിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രകൃതിപരമായിട്ടുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഒരു പരിധി വരെ ബയോളജിക്കൽ ഡിസാസ്റ്ററിനെ എന്ത് ചെയ്യാൻ കഴിയും? പ്രിവെന്റ് ചെയ്യാൻ കഴിയും. അടുത്തതാണ് മിറ്റിഗേഷൻ. അപ്പൊ മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മിറ്റിഗേഷൻ എന്ന് നമുക്ക് നോക്കാം. മിറ്റിഗേഷൻ മീൻസ് എനി ആക്ഷൻ ടേക്കൺ ടു മിനിമൈസ് the extent of a disaster or potential disaster. Mitigation can take place before, during or after, but the form is most often used protectively to refer to action against potential disaster. അതായത് മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് ഡിസാസ്റ്ററിനെ പ്രതിരോധിക്കുന്നത്? ഒരു ദുരന്തത്തിന്റെ സാധ്യതയുള്ള അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിന് സ്വീകരിക്കുന്ന ഏതൊരു നടപടിയെയും നമുക്ക് എന്ത് പറയാം? മിറ്റിഗേഷൻ എന്ന് പറയാം. ലഘൂകരണം. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലഘൂകരിക്കുക. അപ്പൊ എന്താണ് ഇവിടെ ലഘൂകരിക്കുന്നത്? ദുരന്തത്തിന്റെ സാധ്യതയുള്ള ഏതെങ്കിലും അപകടപരമായിട്ടുള്ള അവസ്ഥ കുറയ്ക്കുന്നതിനെടുക്കുന്ന നടപടിയെയാണ് ലഘൂകരണം എന്ന് പറയുക. ദുരന്തത്തിന് മുമ്പോ സമയത്തോ ശേഷമോ ലഘൂകരണം നടത്താം. എപ്പോഴൊക്കെയാണ് ലഘൂകരണം നടത്തുക? ബിഫോർ, മുമ്പ്, ഡ്യൂറിങ്, ആഫ്റ്റർ, ദുരന്തം നടക്കുമ്പോഴോ അതിന് ശേഷമോ ഒക്കെ നമുക്ക് ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ മുൻകൈ എടുക്കാം എന്നാണ് പറയുന്നത്. അതാണ് മിറ്റിഗേഷൻ. എന്ത് ദുരന്തം ഉണ്ടായാലും ആ ദുരന്തത്തിന്റെ വ്യാപ്തി മിറ്റിഗേഷൻ ചെയ്യാറിനാ ലഘൂകരിക്കുക. എങ്ങനെയാണ്? അതിനു വേണ്ട മുൻകൈകൾ, അതിനു വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ദുരന്തത്തിന്റെ വ്യാപ്തി ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുന്നത്. അടുത്തതാണ് പ്രിപ്പയർഡ്നെസ്. എന്താ പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ? തയ്യാറെടുപ്പ്. നേരത്തെ പറഞ്ഞിരുന്നു നമ്മള്. പ്രിപ്പയർഡ്നെസ് എൻജോയ്സ് ആക്ടിവിറ്റി ആൻഡ് മെഷേഴ്സ് ടേക്കൻ ഇൻ ആൻ advance to ensure effective response to the impact of hazard, including the issues of timely and effective early warnings, preparation of emergency plan, maintenance of inventories, at risk planning and temporary evacuation of people and property from threatened location. അതായത് അപകടങ്ങളുടെ ആഘാതത്തിനെതിരെ ഫലപ്രദമായ പ്രതികരണം ഉറപ്പാക്കാൻ മുൻകൂട്ടി സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളും നടപടികളും തയ്യാറെടുപ്പിൽ ഉൾപ്പെടുന്നു. Preparedness entails activity and measures taken in advance to ensure effective response to the impact of hazard, including the issuance of timely and effectively early warnings.
അതായത് അപകടങ്ങളുടെ ആഘാതത്തിനെതിരെ ഫലപ്രദമായ പ്രതികരണം ഉറപ്പാക്കാൻ മുൻകൂട്ടി സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളും നടപടികളും തയ്യാറെടുപ്പിൽ ഉൾപ്പെടുന്നു. സമയബന്ധിതവും അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് പ്ലാൻ ചെയ്യണം? സമയബന്ധിതവും ഫലപ്രദവുമായ രീതിയിൽ അടിയന്തര നടപടികൾ എടുക്കുക എന്നതാണ് ഏതിന്റെ പ്രത്യേകത? പ്രിപ്പയർഡ്നെസ്. ടൈംലി ആൻഡ് എഫക്റ്റീവ് ഏർലി വാർണിംഗ്സ്. നമുക്ക് ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോൾ അതിന് മുൻകരുതൽ എന്ന വണ്ണം നമ്മൾ അതിനുള്ള സജ്ജീകരണങ്ങൾ സ്വീകരിക്കുക. ടൈംലി ആൻഡ് എഫക്റ്റീവ്ലി ഏർലി വാർണിംഗ്സ് ശ്രദ്ധിക്കുക. ഗവൺമെന്റ് നമുക്ക് ഒരുപാട് വാർണിംഗ് തരും. അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, സമുദ്രത്തിലേക്ക് പോകരുത്, മീൻപിടുത്തക്കാർ സമുദ്രത്തിലേക്ക് പോകരുത്. അപ്പൊ അങ്ങനത്തെയൊക്കെ വാർണിംഗ് തരുമ്പോൾ, അത്തരത്തിലുള്ള അലർട്ടുകൾ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? അത് സമയബന്ധിതമായിട്ട് അതിനെ അതിന്റെ കാഠിന്യം മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. അതേപോലെ പ്രിപ്പറേഷൻ ഓഫ് എമർജൻസി പ്ലാൻ, മെയിൻ്റനൻസ് ഓഫ് ഇൻവെന്ററീസ്, റിസ്ക് പ്ലാനിങ്, ടെമ്പററി ഇവാലുവേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് പ്രോപ്പർട്ടി ഫ്രം ത്രെറ്റൻഡ് ലൊക്കേഷൻ. ജീവനും സ്വത്തും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളും പ്ലാനിങ്ങും ഒക്കെ തയ്യാറെടുക്കുക എന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിപ്പയർഡ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് റെസ്പോൺസ് റിലീഫ്. എന്താണ് റെസ്പോൺസ് റിലീഫ് എന്ന് പറഞ്ഞാൽ? റിലീഫ് ക്യാൻ ബി ഓഫ് ആൻ ഇമീഡിയറ്റ്, ഷോർട്ട് ടേം ഓർ പ്രൊട്ടക്റ്റഡ് ഡ്യൂറേഷൻ. ചെറിയ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യുന്ന സംരക്ഷണമാണ് ഏത്? റിലീഫ്. റിലീഫ് ക്യാൻ ബി ഓഫ് ആൻ ഇമീഡിയറ്റ് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന്. ഷോർട്ട് ടേം കുറഞ്ഞ കാലത്തിനിടയിൽ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ആണ് റിലീഫ്. ഫോർ എക്സാമ്പിൾ, സെർച്ച് ആൻഡ് റെസ്ക്യൂ ടു ദ പേഴ്സൺ അഫക്റ്റഡ് ബൈ ദ ഡിസാസ്റ്റർ ഓർ സം കോമൺ ഏരിയ ഓഫ് ഇന്റർവെൻഷൻ. നമുക്കറിയാം, എന്തെങ്കിലും ദുരന്തങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടെ റെസ്ക്യൂ ടീം പെട്ടെന്ന് എത്തും. അവരെ കൊണ്ട് കഴിയാൻ വിധം അവർ നമുക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യും. അതിനൊക്കെ നമുക്ക് എന്ത് പറയാം? റെസ്പോൺസ് ഓർ റിലീഫ് എന്ന് പറയാം. അടുത്തത് റീഹാബിറ്റേഷൻ. റീഹാബിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് റീഹാബിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിച്ചോളൂ, നെക്സ്റ്റ് പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പുനരധിവാസം. റീഹാബിറ്റേഷൻ പ്രോസസ് ഇൻക്ലൂഡ് ഓൾ ഓപ്പറേഷൻ ആൻഡ് ഡിസിഷൻ ടേക്കൺ ആഫ്റ്റർ എ ഡിസാസ്റ്റർ വിത്ത് എ വ്യൂ ഓഫ് റെസ്റ്റോറിംഗ് ആൻഡ് അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ടു ഈസ് ലിവിംഗ് കണ്ടീഷൻ ബൈ എൻകറേജിംഗ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദ നെസസറി അഡ്ജസ്റ്റ്മെന്റ് ടു ദ ചേഞ്ചസ് കേസ്ഡ് ബൈ ദ ഡിസാസ്റ്റർ. റീഹാബിറ്റേഷൻ അഥവാ പുനരധിവാസം എന്ന് പറഞ്ഞാൽ ദുരന്തം മൂലമുണ്ടാകുന്ന മാറ്റങ്ങളിൽ ആവശ്യമായ ക്രമീകരണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സുഗമമാക്കുകയും ചെയ്തുകൊണ്ട് ദുരന്തത്തിന് ശേഷം ഒരു സമൂഹത്തെ അതിന്റെ പഴയ ജീവിത സാഹചര്യങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും പുനരധിവാസ പ്രക്രിയയിൽ ഉൾപ്പെടുന്നു. റീഹാബിറ്റേഷൻ അഥവാ പുനരധിവാസം എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാല് ആ ഉണ്ടാവുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് വീണ്ടും ജനങ്ങളെ എത്തിക്കുക. ഇപ്പൊ നമുക്കറിയാം, വയനാട് ദുരന്തമൊക്കെ നമ്മൾ ഫേസ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുരന്ത മേഖലയിലുള്ളവരെ പുനരധിവസിപ്പിക്കുക. വീടൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആളുകൾക്ക് അവർക്ക് താമസിക്കാനുള്ള വീടും സൗകര്യങ്ങളും എല്ലാവിധ ബേസിക് നീഡ്സുകളും അവരിലേക്ക് എത്തിക്കുക എന്നതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? റീഹാബിറ്റേഷൻ. അടുത്തതാണ് റീകൺസ്ട്രക്ഷൻ. റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പുനർനിർമ്മാണം. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുനരധിവാസമാണെങ്കിലും റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പുനർനിർമ്മാണം എന്ന് പറഞ്ഞാലും എന്തെന്നെയാണ്? ഇതേ റീഹാബിറ്റേഷന്റെ പോലെ തന്നെയാണ് റീകൺസ്ട്രക്ഷനും. കാരണം ഇത് രണ്ടും സെയിം തന്നെയാണ്. പുനരധിവാസം എന്ന് പറഞ്ഞാലും റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. കാരണം വീടൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് അവർക്ക് താമസയോഗ്യമായിട്ടുള്ള വീടുകളും അതേപോലെ തന്നെ ഇപ്പൊ സ്കൂളൊക്കെ ഒരു ഏരിയത്തെ കുട്ടികൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സ്കൂളുകളൊക്കെ കഴിഞ്ഞ വർഷം വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അതിന്റെ പ്രവർത്തനം
അത് വീണ്ടും പുനർനിർമ്മിക്കുക, അതാണ് റീകൺസ്ട്രക്ഷൻ. ഇപ്പൊ എത്രയോ ബിൽഡിങ്ങുകളൊക്കെ നശിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് കെട്ടിപ്പടുക്കുക, അതിനെയാണ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. റിക്കവറി, എന്താണ് റിക്കവറി എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇതിൽ നിന്നൊക്കെ നമ്മള് മേക്കപ്പ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ്. അതിനെയാണ് നമുക്കറിയാം വീണ്ടെടുക്കൽ എന്ന് പറയും. റിക്കവറി എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക. റിക്കവറി റെഫേഴ്സ് ടു എ ഡിസിഷൻ ആൻഡ് ആക്ഷൻ റിലേറ്റഡ് ടു റീഹാബിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ ടേക്കൺ ആഫ്റ്റർ ഡിസാസ്റ്റർ. എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസവും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെയും നടപടികളെയുമാണ് വീണ്ടെടുക്കൽ എന്ന് പറയുന്നത്. ഇപ്പൊ റിക്കവറി അഥവാ വീണ്ടെടുക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്കവറി റെഫേഴ്സ് ടു പ്രോസസ് ഇൻക്ലൂഡ് ഓൾ ഓപ്പറേഷൻ ആൻഡ് ഡിസിഷൻ ടേക്കൺ ആഫ്റ്റർ ഡിസാസ്റ്റർ വിത്ത് എ വ്യൂ റീസ്റ്റോറിംഗ് ആൻഡ് എഫക്റ്റഡ് കമ്മ്യൂണിറ്റി ടു ഈസ് ലിവിംഗ് കണ്ടീഷൻ ബൈ എൻകറേജിങ്. അതായത് റിക്കവറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ റീഹാബിറ്റേഷനെയും റീകൺസ്ട്രക്ഷനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക, ആളുകളെ അവരുടെ പഴയ ജീവിതത്തിലേക്ക് വീണ്ടെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? റിക്കവറി. റിക്കവറി റെഫേഴ്സ് ടു എ ഡിസിഷൻ ആൻഡ് ആക്ഷൻ റിലേറ്റഡ് ടു റീഹാബിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ടേക്കൺ ആഫ്റ്റർ എ ഡിസാസ്റ്റർ വിത്ത് എ വ്യൂ ടു റീസ്റ്റോറിംഗ് ഓർ ഇംപ്രൂവിംഗ് ദ പ്രീ ഡിസാസ്റ്റർ ലിവിംഗ് കണ്ടീഷൻ ഓഫ് ദ എഫക്റ്റഡ് കമ്മ്യൂണിറ്റി. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുടെയും നടപടികളെയുമാണ് വീണ്ടെടുക്കൽ എന്ന് പറയുന്നത്. ദുരന്തബാധിത സമൂഹത്തിന് ദുരന്തത്തിന് മുമ്പുള്ള ജീവിത സാഹചര്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിക്കവറി. അതായത് റിക്കവറി എന്ന വീണ്ടെടുക്കുക, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പുനരധിവാസവും റീകൺസ്ട്രക്ഷനും ഉറപ്പുവരുത്തുന്നതിനെയാണ് എന്ത് പറയുക? റിക്കവറി. റിക്കവറി എന്ന് പറഞ്ഞാല് റീഹാബിറ്റേഷനും റീകൺസ്ട്രക്ഷനും ഉറപ്പുവരുത്തുമ്പോഴാണ് എന്തായി മാറുക? റിക്കവറി. അപ്പൊ ഇത്രയും കാര്യങ്ങളെയാണ് നമ്മള് എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ. ഇത്രയും കാര്യങ്ങളാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എന്ന പേരില് അറിയപ്പെടുന്നത്. ഓക്കെ, ഹായ് കുട്ടികളെ, നമ്മൾ ഇന്ന് യൂണിറ്റിലെ 5th യൂണിറ്റിലെ മെഷേഴ്സ് ടുവേർഡ്സ് ഡിസാസ്റ്റർ പ്രിവെൻഷൻ, ഡിസാസ്റ്റർ പ്രിവെൻഷൻ ചെയ്യുന്ന മെഷേഴ്സുകളെ കുറിച്ചാണ് നോക്കുന്നത്. 5th യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഏത്? മെഷേഴ്സ് ടുവേർഡ്സ് ഡിസാസ്റ്റർ പ്രിവെൻഷൻ. ഡിസാസ്റ്റർ പ്രിവെൻഷൻ അതായത് ഡിസാസ്റ്ററിനെ തടയുന്നതിനുള്ള മെഷേഴ്സുകൾ ഏതൊക്കെയെന്ന്. അതായത് ഏതൊക്കെയാണ് ഡിസാസ്റ്റർ ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മെഷേഴ്സ് നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 പോയിന്റുകളാണുള്ളത്. ശ്രദ്ധിച്ചോളൂ. അതായത് ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. റിസ്ക് അസസ്മെന്റ് ഈസ് എ റിക്വയർഡ് സ്റ്റെപ്പ് ഫോർ ദ അഡോപ്ഷൻ ഓഫ് adequate ആൻഡ് സക്സസ്ഫുൾ ഡിസാസ്റ്റർ റിഡക്ഷൻ പോളിസീസ്. അതായത് റിസ്കിനെ കുറയ്ക്കുക എന്നതാണ് ഡിസാസ്റ്ററിന്റെ പ്രധാനപ്പെട്ട വിജയകരമായ പ്രവർത്തനം. റിസ്ക് അസസ്മെന്റ് ഈസ് എ റിക്വയർഡ് സ്റ്റെപ്പ് ഫോർ ദ അഡോപ്ഷൻ ഓഫ് adequate ആൻഡ് സക്സസ്ഫുൾ ഡിസാസ്റ്റർ റിഡക്ഷൻ പോളിസി. ഡിസാസ്റ്റർ റിഡക്ഷൻ പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പരിധി വരെ റിസ്ക് ഒഴിവാക്കുക. ആൻഡ് ദെൻ ഡിസാസ്റ്റർ പ്രിവെൻഷൻ ഷുഡ് ഫോക്കസ് ഓൺ റെഡ്യൂസിംഗ് നീഡ് ഫോർ ഡിസാസ്റ്റർ റിലീഫ്. അതേപോലെ തന്നെ ഡിസാസ്റ്റർ പ്രിവെൻഷൻ ദുരന്തങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? റെഡ്യൂസിംഗ് ദ നീഡ് ഫോർ ഡിസാസ്റ്റർ റിലീഫ്. അതായത് ഡിസാസ്റ്ററായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുക. ഡിസാസ്റ്റർ പ്രിവെൻഷൻ ഷുഡ് ഫോക്കസ് ഓൺ റെഡ്യൂസിംഗ് ദ നീഡ് ഫോർ ഡിസാസ്റ്റർ റിലീഫ്. ഡിസാസ്റ്റർ പ്രിവെൻഷൻ ഷുഡ് ബി ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഡെവലപ്മെന്റ് പോളിസി ആൻഡ് പ്ലാനിംഗ് അറ്റ് നാഷണൽ, റീജിയണൽ, ബിലാറ്ററൽ, മൾട്ടിലാറ്ററൽ ആൻഡ് ഇന്റർനാഷണൽ സ്റ്റേജ്. Disaster prevention should be an integral part of the development policy and planning. ഒരു
ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ പോളിസി ആൻഡ് പ്ലാനിങ്, ഒരു പ്രധാനപ്പെട്ട നയങ്ങൾക്കും ആസൂത്രണത്തിനും രൂപം കൊടുക്കുകയും അങ്ങനെ നാഷണൽ ദേശീയ തലത്തിലും റീജിയണൽ പ്രാദേശിക തലത്തിലും ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ 2 തലത്തിലും മൾട്ടിലാറ്ററൽ എല്ലാ തലത്തിലും ഇന്റർനാഷണൽ സ്റ്റേജ് അപ്പൊ എല്ലാ തരത്തിലുമുള്ള ഒരു വികസന നയങ്ങൾ നടപ്പാക്കുക എന്നതാണ് ഒഴിവാക്കാനുള്ള പ്രധാന ലക്ഷ്യം, ഡിസാസ്റ്റർ പ്രിവെന്റേഷന്റെ ലക്ഷ്യം. അപ്പൊ ഡിസാസ്റ്റർ പ്രിവെന്റേഷന്റെ ലക്ഷ്യം ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഡെവലപ്മെന്റ് പോളിസി ആൻഡ് പ്ലാനിങ്, പോളിസികളും നയങ്ങളും നടപ്പിലാക്കുക. ഏതൊക്കെ വിധത്തിലാണ് പോളിസികളും നയങ്ങളും നടപ്പിലാക്കേണ്ടത്? ഏതൊക്കെ വിധത്തിൽ നടപ്പാക്കണം? നാഷണലായിട്ടും റീജിയണലായിട്ടും ബൈലാറ്റർ ആയിട്ടും മൾട്ടിലാറ്റർ ആയിട്ടും ഇന്റർനാഷണൽ സ്റ്റേജസ് ആയിട്ടും അന്താരാഷ്ട്ര തലത്തിലും. അപ്പോ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ബൈലാറ്ററൽ തലത്തിലും മൾട്ടിലാറ്ററൽ തലത്തിലും ഇന്റർനാഷണൽ ലെവലിലും പോളിസികളും പ്ലാനിങ്ങുകളും, പോളിസി പറഞ്ഞാൽ നയങ്ങൾ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ, അപ്പൊ നയങ്ങളും തന്ത്രങ്ങളും നടപ്പാക്കുക എന്നതാണ് ഏതിന്റെ പ്രധാന മെഷേഴ്സ്? ഡിസാസ്റ്റർ പ്രിവെന്റേഷന്റെ മെഷേഴ്സ് ആയിട്ട് പറയുന്നത്. Early warning of impending disasters and their effective dissemination using the telecommunication are the key factors to successful prevention. അതേപോലെ തന്നെ early warning of impending disaster and their effective dissemination using telecommunication. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്തുക. അതായത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അത് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിപ്പെടുന്ന രീതിയിൽ വിവരം അറിയിക്കാനുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്തുക എന്നതും എന്ത് തടയുന്നതിന് വേണ്ട മെഷേഴ്സ് ആണ്? ഡിസാസ്റ്റർ പ്രിവെന്റേഷനുള്ള മെഷേഴ്സ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, പ്രിവെന്റീവ് മെഷേഴ്സ് ഷുഡ് ഇൻവോൾവ് പാർട്ടിസിപ്പേഷൻ അറ്റ് ഓൾ ലെവൽസ് ഫ്രം the local community to national level to the regional and international level to ensure effectiveness. Preventive measures should involve participation at all level. എല്ലാ ലെവലിലും പ്രിവെന്റീവ് മെഷേഴ്സ് പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ലോക്കൽ ലെവലിൽ ലോക്കൽ കമ്മ്യൂണിറ്റി ടു നാഷണൽ ലെവൽ, റീജിയണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ ടു എൻഷുർ എഫക്റ്റീവ്നെസ്. അപ്പൊ ഏതൊക്കെ മേഖലകളിലാണ് പ്രിവെന്റീവ് ഈ ഡിസാസ്റ്റർ പ്രിവെന്റീവ് ഇൻവോൾവ് ആകുന്നത്, പങ്കാളിത്തം വഹിക്കുന്നത്? പ്രിവെന്റീവ് മെഷേഴ്സ് ഷുഡ് ഇൻവോൾവ് പാർട്ടിസിപ്പേഷൻ അറ്റ് ഓൾ ലെവൽ. ഏതൊക്കെ? ലോക്കൽ കമ്മ്യൂണിറ്റി, നാഷണൽ ലെവൽ, റീജിയണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ. എൻഷുർ എഫക്റ്റീവ്നെസ്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമതയോടുകൂടി, ഒരു എഫക്റ്റീവായിട്ട് കാര്യക്ഷമതയോടുകൂടി ഡിസാസ്റ്റർ പ്രിവെന്റേഷൻ ഏതൊക്കെ മേഖലയിലാണ് പങ്കാളിത്തം വഹിക്കുന്നത്? ലോക്കൽ കമ്മ്യൂണിറ്റി, നാഷണൽ ലെവൽ, റീജിയണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ. നെക്സ്റ്റ് പോയിന്റ് ആണ് അപ്ലിക്കേഷൻ ഓഫ് പ്രോപ്പർ ഡിസൈൻ ആൻഡ് പാറ്റേൺസ് ഓഫ് ഡെവലപ്മെന്റ് ഫോക്കസ്ഡ് ഓൺ ടാർഗറ്റ് ഗ്രൂപ്പ് ത്രൂ അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഈസ് എസെൻഷ്യൽ ഫോർ ദ റിഡക്ഷൻ ഓഫ് വാൽനറബിലിറ്റി. അതേപോലെ തന്നെ ദുർബലത ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നതും ഏതിന്റെ ലക്ഷ്യമാണ്? അപ്ലിക്കേഷൻ ഓഫ് പ്രോപ്പർ ഡിസൈൻ, പാറ്റേൺ ഓഫ് ഡെവലപ്മെന്റ് ഫോക്കസ്ഡ് ടു ടാർഗറ്റ് ഗ്രൂപ്പ് ത്രൂ അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ്. അപ്പൊ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത തരത്തിലുള്ള വിദ്യാഭ്യാസവും പരിശീലനവും നൽകുക. അതെന്ത് കുറയ്ക്കാൻ കാരണമാകും? വാലറബിലിറ്റി. വാലറബിലിറ്റി എന്ന ദുർബലത കുറയ്ക്കാൻ കാരണമാകുന്നു. ആളുകൾക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കുറിച്ചൊരു അറിവും പരിശീലനവും ഒക്കെ. ഇപ്പം എല്ലാ ആളുകൾക്കും നീന്താൻ അറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വന്നാലും വലിയ പേടി വേണ്ട. കുറച്ചു നേരമൊക്കെ നമുക്ക് നീന്താൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആ ദുരന്തത്തിന്റെ ശക്തി കുറയ്ക്കാൻ കുറച്ചെങ്കിലും സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ആളുകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവും ട്രെയിനിങ്, പരിശീലനവും ഒക്കെ നൽകിക്കഴിഞ്ഞാൽ ദുരന്തത്തിന്റെ ശക്തി, ദുരന്തത്തിന്റെ എന്ത് ചെയ്യാൻ കഴിയും? ആ ദുർബലതയെ കുറയ്ക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. There should be acceptance on the part of the international community to share necessary technology to prevent disasters, which should be made freely available and done
in a timely manner as an integral part of technical cooperation. അതേപോലെ there should be acceptance on the part of the international community to share necessary technology to prevent disasters, which should be made freely available and done in a timely manner as an integral part of technical cooperation. ഒരു സാങ്കേതിക സഹകരണത്വം അത്യാവശ്യമാണ് ഏതില് എന്നാ പറയുന്നത്? ദുരന്തങ്ങൾ ഒഴിവാക്കുവാൻ, പരമാവധി ദുരന്തങ്ങൾ ഒഴിവാക്കുക സാങ്കേതിക വിദ്യയുടെ പങ്കാളിത്തം, ടെക്നിക്കൽ കോപ്പറേഷൻ. ടെക്നിക്കൽ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്കേതികപരമായ സഹകരണം. കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരിക്കുക, ടെക്നിക്കലി പറഞ്ഞാൽ സാങ്കേതികത. അപ്പോ സാങ്കേതികമായ ഒരു സഹകരണം ഡിസാസ്റ്ററിനെ തടയാൻ വളരെയധികം ഉപകാരപ്രദമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. There should be acceptance on the part of international community share necessary technology to prevent disaster, which should be made freely available and done in timely manner as an integral part of technical cooperation. അതായത് സാങ്കേതിക വിദ്യയുടെ സഹകരണം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ്, each country bears the primary responsibility of protecting its people, infrastructure and other national assets from the impact of natural disasters. Each country bears the primary responsibility of protecting. ഒരു പ്രാദേശികമായ ഉത്തരവാദിത്വവും സംരക്ഷണവും ആർക്ക് നൽകണം എന്നാ പറയണത്? ഓരോ രാജ്യവും. പീപ്പിൾ ജനങ്ങൾക്ക്, ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ, അതർ നാഷണൽ അസറ്റ് ദേശത്തിന്റെ അസറ്റുകൾക്ക്, ഇതിനൊക്കെ ഒരു എപ്പോഴും എന്ത് നൽകണം? ഒരു പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷണം നൽകണം. ഈച്ച് കൺട്രി, അത് ആരുടെ കടമയാണ്? രാജ്യത്തിന്റെ കടമ. രാജ്യത്തിന്റെ കടമ പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കടമയാണ്. ഈച്ച് കൺട്രി ബിയേഴ്സ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊട്ടക്ടിങ് ഈസ് പീപ്പിൾ, ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുക, നാഷണൽ അസറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതൊക്കെ ഗവൺമെന്റിന്റെ സംരക്ഷണ ഘടകമാണ് എന്നാണ് ഡിസാസ്റ്റർ മെഷേഴ്സിൽ പറയുന്നത്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ടോപ്പിക്. മെഷർ ടുവേഴ്സ് ഡിസാസ്റ്റർ പ്രിവെന്റേഷൻ എന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. 1 2 3 4 5 6 7 8 പോയിന്റുകൾ, 8 പോയിന്റുകളായിട്ടാണ് ഇത് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷോർട്ടായിട്ട് ഇതുപോലെ തന്നെ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോ 5th യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് 2 ഡിഫറൻസിയേഷൻ ആണ് ഇവിടെ പറയുന്നത്. റെസ്പോൺസ് ആൻഡ് റിക്കവറി ബേസ്ഡ് എഫേർട്ടും പ്രിവെന്റേഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ ബേസ്ഡ് എഫേർട്ടും. ഇവ തമ്മിലുള്ള വ്യത്യാസം, അതായത് റെസ്പോൺസ് ആൻഡ് റിക്കവറി ബേസ്ഡ് എഫേർട്ടും പ്രിവെന്റേഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ ബേസ്ഡ് എഫേർട്ടും, ഇവ രണ്ട് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതില് റെസ്പോൺസ് ആൻഡ് റിക്കവറി ബേസ്ഡ് എഫേർട്ടിൽ വരുന്നതാണ് ഈ സെക്ഷനിലുള്ള പോയിന്റ്സുകൾ. 1 2 3 4 5 6 7 8 9 10 11 12 13 13 പോയിന്റുകളോളം വരും. അപ്പൊ എന്താണ് റെസ്പോൺസ് ആൻഡ് റിക്കവറി ബേസ്ഡ് എഫേർട്ടിൽ വരുന്ന കാര്യങ്ങളും അതേപോലെ പ്രിവെന്റേഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ ബേസ്ഡ് എഫേർട്ടിൽ വരുന്ന കാര്യങ്ങളും എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൈമറി ഫോക്കസ് ഓൺ ഡിസാസ്റ്റർ ഇവന്റ്. അതായത് പ്രൈമറി ഫോക്കസ് ഓൺ എന്നാണ് ഇവിടെ പറയുന്നത്. പൊതുവായിട്ട് ഇവിടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? റെസ്പോൺസ് ആൻഡ് റിക്കവറി ഇവന്റ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പ്രൈമറി ഫോക്കസ് ഓൺ ഡിസാസ്റ്റർ ഇവന്റ്സുകളെ ആണെങ്കിൽ, പ്രിവെന്റേഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ ഫോക്കസ് ചെയ്യുന്നത് എന്താ? ഫോക്കസ് ഓൺ വാൽനറബിലിറ്റി ആൻഡ് റിസ്ക് ഏരിയ. ദുർബലതയുള്ള ഏരിയകളെയാണ് പ്രിവെന്റേഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ റിക്കവറി ബേസ്ഡ് എഫേർട്ട് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഡിസാസ്റ്റർ ഇവന്റിനെ ആണെങ്കിൽ, റിസ്ക് റിഡക്ഷൻ ബേസ്ഡ് എഫേർട്ട് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? വാലറബിലിറ്റി ആൻഡ് റിസ്ക് ഏരിയനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റ്, സിംഗിൾ ഇവന്റ് ബേസ്ഡ് സ്കെനാരിയോസ്. അതായത് ഇത്
സിംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ട കാര്യങ്ങൾ. സിംഗിൾ ഇവന്റ്സ് ബേസ്ഡ് സ്കെനാറിയോ എന്നാണ് പറയുന്നത്. സിംഗിൾ ഇവന്റ്സ് ബേസ്ഡ് സ്കെനാറിയോ എന്നുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റപ്പെട്ടത്. അപ്പോ അതായത് സിംഗിൾ ഇവന്റ് ബേസ്ഡ് ഓൺ സ്കെനാറിയോ. അതായത് എപ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ബേസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? ഡൈനാമിക് മൾട്ടിപ്പിൾ റിസ്ക് ഇഷ്യൂ ആൻഡ് ഡെവലപ്മെന്റ് സ്കെനാറിയോ. ഇവിടെ വെറും സിംഗിൾ ആയിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെയാണ് ബേസ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലോ ഡൈനാമിക്കും മൾട്ടിപ്പിൾ റിസ്ക് ഇഷ്യൂസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് സ്കെനാറിയോസും കൂടി ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഓപ്റ്റൻ ഫിക്സ്ഡ് ലൊക്കേഷൻ സ്പെസിഫിക് കണ്ടീഷൻ. ഇതൊരു പ്രത്യേക കണ്ടീഷന്റെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ലൊക്കേഷനെ ആണെങ്കിൽ ഇവിടെ എക്സ്റ്റെൻഡ്, ചേഞ്ചിങ്, ഷെയർഡ് ഓർ റീജിയണൽ ലോക്കൽ വേരിയേഷൻ. അതേപോലെ ഇവിടെ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്? ലോക്കൽ വേരിയേഷൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആൻഡ് ദെൻ റെസ്പോൺസിബിലിറ്റി ഇൻ സിംഗിൾ അതോറിറ്റി ഓർ ഏജൻസി. ഇവിടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സിംഗിൾ അതോറിറ്റിക്കാണ്. ഇവിടെ മൾട്ടിപ്പിൾ അതോറിറ്റി ഇൻട്രസ്റ്റ് ആക്ടേഴ്സ്. അതായത് റെസ്പോൺസ് ആൻഡ് റിക്കവറി ബേസ്ഡ് എഫേർട്ടിൽ ഒരു സിംഗിൾ അതോറിറ്റിക്കും സിംഗിൾ ഏജൻസിക്കുമാണ് ഉത്തരവാദിത്വം. റെസ്പോൺസിബിലിറ്റി ഇൻ സിംഗിൾ അതോറിറ്റി ഓർ ഏജൻസി. ഒരു സിംഗിൾ അതോറിറ്റിക്കും ഒരു സിംഗിൾ ഏജൻസിക്കുമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതെങ്കിൽ ഫോക്കസ് ഓൺ വാലറബിലിറ്റി ആൻഡ് റിസ്ക് ഏരിയയിൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഏതിനാ? മൾട്ടിപ്പിൾ അതോറിറ്റി ഓർ ഇൻട്രസ്റ്റ് ആൻഡ് ആക്ടേഴ്സിന്. ആൻഡ് ദെൻ കമാൻഡ് ആൻഡ് കൺട്രോൾ ഡയറക്റ്റഡ് ഓപ്പറേഷൻ. ഇവിടെയോ സിറ്റുവേഷൻ സ്പെസിഫിക് ഫങ്ഷൻ, ഫ്രീ ആൻഡ് ഓപ്പൺ അസോസിയേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. അതായത് ഇവിടെ കമാൻഡ് ആൻഡ് കൺട്രോൾ ചെയ്യുന്നത് നേരിട്ടിട്ടുള്ള ഓപ്പറേഷനിലൂടെയാണെങ്കിൽ ഇവിടെ സിറ്റുവേഷൻ സാഹചര്യങ്ങളെ വിലയിരുത്തി അതായത് എന്താ പറയുന്നത്? സിറ്റുവേഷൻ സ്പെസിഫിക് ഫങ്ഷൻ, ഫ്രീ ആൻഡ് ഓപ്പൺ അസോസിയേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. അതേപോലെ എസ്റ്റാബ്ലിഷ് ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്പ്, ശ്രേണീപരമായ ബന്ധാണ്. ഇവിടെ എങ്ങനെയാണ്? ഷിഫ്റ്റിംഗ്, ഫെയിൽഡ് ആൻഡ് ടാൻജന്റിയൽ റിലേഷൻഷിപ്പ് ആണ്. ഓപ്റ്റൻ ഫോക്കസ് ഓൺ ഹാർഡ്വെയർ ആൻഡ് എക്വിപ്മെന്റ്. അതേപോലെ തന്നെ ഇവിടെ ഹാർഡ്വെയറും എക്വിപ്മെന്റ്സും ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഡിപ്പെൻഡ് ഓൺ റിലേറ്റഡ് പ്രാക്ടീസസ്, എബിലിറ്റി ആൻഡ് നോളജ്. ഇവിടെ ഹാർഡ്വെയറും എക്വിപ്മെന്റും ഉപകരണങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഈ സെക്ഷനിൽ എന്താണ്? എബിലിറ്റി പറഞ്ഞാൽ എന്താ? കഴിവും നോളജ്, അറിവുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഡിപ്പെൻഡ് ഓൺ റിലേറ്റഡ് പ്രാക്ടീസസ്, എബിലിറ്റി ആൻഡ് നോളജ് ബേസ്. ആൻഡ് ദെൻ ഇവിടെ ഡിപ്പെൻഡ് ഓൺ സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടൈസ്. അതേപോലെ ഇവിടെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പരിശീലകരായിട്ടുള്ള എക്സ്പെർട്ടുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തോ ഫോക്കസ്ഡ് ഓൺ അലൈനിങ് സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടൈസ് ആൻഡ് പബ്ലിക് വ്യൂ ആൻഡ് പ്രയോറിറ്റി. പബ്ലിക് വ്യൂവേഴ്സിനെയും പ്രയോറിറ്റീസിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എന്തിനൊക്കെ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്? സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടൈസ് ഉണ്ട്, പബ്ലിക് വ്യൂസ് ഉണ്ട്, പ്രയോറിറ്റീസ് ഉണ്ട്. അടുത്തതാണ് അർജന്റ്, ഇമീഡിയറ്റ്, ഷോർട്ട് ടൈം ഫ്രെയിം ഇൻ ഔട്ട്ലുക്ക് പ്ലാനിങ്, അറ്റൻഷൻ ആൻഡ് റിട്ടേൺസ്. അതായത് ഇവിടെ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഇമീഡിയറ്റ് ആയിട്ടും ആൻഡ് ഷോർട്ട് ടൈം ഫ്രെയിംസ് ഇൻ ഔട്ട്ലുക്ക് പ്ലാനിങ്, അറ്റൻഷൻ ആൻഡ് റിട്ടേൺസ്. എന്നാൽ ഈ സൈഡിലോ മോഡറേറ്റ് ആൻഡ് ലോങ് ടൈം ഫ്രെയിംസ് ഇൻ ഔട്ട്ലുക്ക് പ്ലാനിങ്, വാല്യൂ ആൻഡ് റിട്ടേൺ. ഇവിടെ ഷോർട്ട് ടൈമിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് എത്തിച്ചേരുക. ഇവിടെ ആയിരിക്കുമ്പോഴോ ലോങ് ടൈമിനാണ്. മോഡറേറ്റ് ആൻഡ് ലോങ് ടൈം ഫ്രെയിം ഇൻ ഔട്ട്ലുക്ക് പ്ലാനിങ്, വാല്യൂസ് ആൻഡ് റിട്ടേൺ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, റാപ്പിഡ്ലി ചേഞ്ചിങ് ഡൈനാമിക് ഇൻഫർമേഷൻ യൂസേജ് വിച്ച് ഈസ് ഓഫ്റ്റൻ കോൺഫ്ലിക്റ്റിംഗ് ഓർ സെൻസിറ്റീവ് ഇൻ നേച്ചർ. അതേപോലെ തന്നെ പെട്ടെന്നുള്ള മാറ്റങ്ങളേനെ വിച്ച് റാപ്പിഡ്ലി ചേഞ്ചിങ് ഡൈനാമിക് ഇൻഫർമേഷൻ യൂസേജ് വിച്ച് ഈസ് ഓഫ്റ്റൻ കോൺഫ്ലിക്റ്റിംഗ് ഓർ സെൻസിറ്റീവ് ഇൻ നേച്ചർ. അതായത് നമുക്കറിയാം റാപ്പിഡ്ലി ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ചലനാത്മകമായ വിവര ഉപയോഗം,
പലപ്പോഴും വൈവിധ്യമുള്ളതോ സെൻസിറ്റീവ് സ്വഭാവമുള്ളതോ ആണ്. പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ചലനാത്മകമായ വിവര ഉപയോഗം എന്ന് പറയുന്നത് വൈരുദ്ധ്യമുള്ളതോ സെൻസിറ്റീവ് സ്വഭാവമുള്ളതോ ആയിരിക്കും. ഇവിടെ എങ്ങനെയാണ്? അക്കുമുലേറ്റഡ്, ഹിസ്റ്റോറിക്കൽ, അതേപോലെ തന്നെ അക്കുമുലേറ്റഡ്, ഹിസ്റ്റോറിക്കൽ, ലെയേർഡ്, അപ്ഡേറ്റഡ്, കമ്പാരറ്റീവ് യൂസ് ഓഫ് ഇൻഫർമേഷൻ. അതേപോലെ പൊതുവായതായ വിവരങ്ങൾ അക്കുമുലേറ്റഡ്, ഹിസ്റ്റോറിക്കൽ, ലെയേർഡ്, അപ്ഡേറ്റഡ് ഓർ കമ്പാരറ്റീവ് യൂസ് ഓഫ് ഇൻഫർമേഷൻ എന്നാ പറയുന്നത്. അപ്പം അതായത് ശേഖരിച്ച വിവരങ്ങൾ ചരിത്രപരമായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും അതേപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടും കമ്പാരറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇവിടെ നൽകുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, പ്രൈമറി, ഓതറൈസ്, സിംഗുലർ ഇൻഫർമേഷൻ സോഴ്സ്, നീഡ് ഫോർ ഡെഫിനിറ്റ് ഫാക്ട്. അതേപോലെ തന്നെ പ്രൈമറി പറഞ്ഞാൽ പൊതുവായിട്ടുള്ളതും, അതേപോലെ തന്നെ പ്രൈമറി എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ടുള്ളതും, അതേപോലെ ഓതറൈസ്ഡ് എന്ന് പറയുമ്പോൾ അംഗീകൃതമായിട്ടുള്ളതും, അതേപോലെ തന്നെ സിംഗുലർ അപ്പോ പ്രാഥമികമായിട്ടും അംഗീകൃതമായിട്ടും ഏക വിവര സ്രോതസ്സുകൾ, സിംഗുലർ ഇൻഫർമേഷൻ സോഴ്സ്. സിംഗുലർ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏക വിവര സ്രോതസ്സുകളും നിന്നൊക്കെയാണ് ഇവിടേക്ക് വേണ്ട കാര്യങ്ങൾ ശേഖരിക്കുന്നത്. പൊതുവായിട്ടും പിന്നെ ഓതറൈസ്ഡ് ആയിട്ടും അതേപോലെ തന്നെ പിന്നെ എങ്ങനെയാണ്? സിംഗുലർ ഇൻഫർമേഷൻ. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏക വിവര ഉറവിടങ്ങളിൽ നിന്നൊക്കെയാണ് ഇവിടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഇവിടെയാണെങ്കിലോ ഓപ്പൺ ഓർ പബ്ലിക് ഇൻഫർമേഷൻ, മൾട്ടിപ്പിൾ, ഡൈവേഴ്സ് ഓർ ചേഞ്ചിങ് സോഴ്സ്, ഡിഫറിംഗ് പെർസ്പെക്റ്റീവ് ആൻഡ് പോയിന്റ് ഓഫ് വ്യൂ. പബ്ലിക് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലും മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ ഡിഫറന്റ് കാഴ്ചപ്പാടുകളിലൂടെയൊക്കെയാണ് ഇവിടെ വിവരശേഖരണം നടത്തുന്നത്. അതേപോലെ തന്നെ ഇൻ ഔട്ട് വെർട്ടിക്കൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. ഇൻ ഔട്ട് വെർട്ടിക്കൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലംബമായിട്ടുള്ള വിവരങ്ങളുടെ ഒഴുക്കാണ്. ഇൻ ഔട്ട് ഓർ വെർട്ടിക്കൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ലംബമായത്. അപ്പൊ ലംബമായിട്ടുള്ള വിവരങ്ങളുടെ ഒരു ഒഴുക്കാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഡിസ്പ്രസ്ഡ് ലാറ്ററൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. മറ്റോടത്ത് എങ്ങനെയായിരിക്കും? ചിതറിക്കിടക്കുന്ന ഡിസ്പ്രസ്ഡ് പറഞ്ഞാൽ എന്താ? ചിതറിക്കിടക്കുക. അപ്പൊ ആ ചിതറിക്കിടക്കുന്ന വിവരങ്ങളുടെ ഒഴുക്ക് ഇവിടെ ഡിപ്രസ്ഡ് ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? വെർട്ടിക്കലാണ്. റിലേറ്റഡ് ടു മാറ്റേഴ്സ് ഓഫ് പബ്ലിക് സെക്യൂരിറ്റി, സേഫ്റ്റി. ഇവിടെ പബ്ലിക് സെക്യൂരിറ്റിയും സേഫ്റ്റിക്കുമാണ് ബന്ധം കൊടുക്കുന്നതെങ്കിൽ ഇവിടെ പബ്ലിക് ഇൻട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മണി. ഇവിടെ പൊതു താല്പര്യത്തിനും നിക്ഷേപത്തിനും പണത്തിനുമാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. ഇവിടെ പബ്ലിക് സെക്യൂരിറ്റിക്കും സേഫ്റ്റിക്കുമാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താല്പര്യത്തിനും നിക്ഷേപത്തിനും മണിക്കുമാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ്? റെസ്പോൺസ് ആൻഡ് റിക്കവറി ബേസ്ഡ് എഫേർട്ടും പ്രിവെന്റേഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ ബേസ്ഡ് എഫേർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5th യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കാണ് കീ കമ്പോണൻസ് ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ഫ്രെയിംവർക്ക്. അതായത് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്സിൻ്റെ കീ പോയിന്റ്സുകൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കീ പോയിന്റ്സുകൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, strengthening of policy, technical and institutional capacities in regional, national and local disaster management, including those related to technology training. അതായത് നയങ്ങൾ, പോളിസികളും ടെക്നിക്കലും ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റിയും എന്ത് ചെയ്യുക? ശക്തിപ്പെടുത്തുകയും പ്രാദേശികപരമായിട്ടും ദേശീയ തലത്തിലും ലോക്കൽ തലത്തിലും അതായത് റീജിയണൽ, നാഷണൽ, ലോക്കൽ ഡിസാസ്റ്ററിനെ മാനേജ്മെന്റ് ചെയ്യുക. അതേപോലെ തന്നെ അതിലേക്ക് എന്ത് ഉൾപ്പെടുത്തുക? ടെക്നോളജിയും ട്രെയിനിങ്ങും ഉൾപ്പെടുത്തുക. അപ്പോൾ സ്ട്രെങ്തനിങ് ഓഫ് പോളിസി, ടെക്നിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ഇൻ റീജിയണൽ, നാഷണൽ ആൻഡ് ലോക്കൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ലോക്കൽ തലത്തിലും
ഡിസാസ്റ്ററിനെ മാനേജ്മെന്റ് ചെയ്യാൻ എന്ത് ശക്തിപ്പെടുത്തുക? പോളിസിയും ടെക്നിക്കലും ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റിയും ശക്തിപ്പെടുത്തുക. കൂടാതെ ഏതുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടുത്തണം എന്നാ പറയുന്നത്? ടെക്നോളജിയും ട്രെയിനിങ്ങും. നമുക്കറിയാം എന്ത് ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാലും ഇന്ന് നമുക്കറിയാം സാങ്കേതികത വേണം, ടെക്നോളജി വേണം. പെട്ടെന്ന് ആ ദുരന്തത്തിന്റെ ശക്തി കുറയ്ക്കണമെങ്കിൽ സാങ്കേതികത വളരെയധികം കമ്പൽസറിയാണ്. അതേപോലെ തന്നെ ട്രെയിനിങ്ങും വേണം, പരിശീലനം നേടിയവർ വേണം. അതല്ലാതെ അതിന് ഈ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ആ ദുരന്തമുഖം ഫേസ് ചെയ്യാൻ ഒരറിവും ഇല്ലാത്തവര്, ഒരു പരിശീലനം നേടാത്ത ആളുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. ആ ദുരന്തത്തിന്റെ കാഠിന്യം കുറയ്ക്കണമെങ്കിൽ ആരെന്നെ വേണം? ട്രെയിനിങ് പരിശീലനം നേടിയ ആളുകൾ നിർബന്ധമാണ്. അപ്പൊ അതാണ് അതിന്റെ കീ കമ്പോണന്റ് എന്ന് പറയുന്നത്. അതേപോലെ പ്രൊമോട്ടിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ഡയലോഗ്, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കോർഡിനേഷൻ. അതേപോലെ പ്രൊമോട്ടിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ഡയലോഗ്, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കോർഡിനേഷൻ. ഓരോ ഡയലോഗുകൾ, അതിനു വേണ്ട നിർദ്ദേശങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, സപ്പോർട്ടിങ് ചെയ്യുക, അതെല്ലാവരിലേക്കും എത്തിക്കുക, ഒരു കോർഡിനേഷൻ നൽകുക. ഇതൊക്കെ ഇതിന്റെ കീ കമ്പോണന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതേപോലെ അടുത്ത പോയിന്റ് ആണ് സ്ട്രെങ്തനിങ് ആൻഡ് ഡെവലപ്പിംഗ് കോർഡിനേറ്റർ റീജിയണൽ അപ്രോച്ച്. റീജിയണൽ അപ്രോച്ചുകളെ എന്ത് ചെയ്യുക? ശക്തിപ്പെടുത്തുകയും വികസിപ്പിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുക. പ്രൊമോട്ടിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഫണ്ടുകൾ ഫണ്ടുകൾ പ്രൊമോട്ട് ചെയ്യുക. നമുക്കറിയാം, നമുക്ക് ദുരന്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഓരോ ഭാഗം നിന്നും ഓരോ ആളുകളും, ഫിലിം സ്റ്റാറുകളും വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഫണ്ട് നൽകാറുണ്ട് ആ ദുരന്തത്തെ ഫേസ് ചെയ്യാൻ. നമ്മൾ കണ്ടിരുന്നു 2018 ഫ്ലഡ് ഉണ്ടായപ്പോഴും കൊറോണ വ്യാപനം ഉണ്ടായപ്പോഴും കഴിഞ്ഞ വർഷം വയനാട് ദുരന്തം ഉണ്ടായപ്പോഴൊക്കെ ഒരുപാട് ഫണ്ടുകൾ പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നു, നമ്മുടെ ഗവൺമെന്റിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഫണ്ടുകൾ പ്രൊമോട്ട് ചെയ്യുക എന്നത്, പ്രൊമോട്ടിംഗ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എമർജൻസി ഫണ്ട്, അതായത് ഈ ദുരന്തത്തെ മറികടക്കുന്നതിനും ആ ദുരന്തത്തിൽ നിന്നും ആളുകളെ കരകയറ്റുന്നതിനും വേണ്ടി ഫണ്ടുകൾ പ്രൊമോട്ട് ചെയ്യപ്പെടണം എന്നതും മറ്റൊരു പോയിന്റാണ്. അതേപോലെ ഡെവലപ്പിംഗ് സ്പെസിഫിക് മെക്കാനിസം ടു എൻഗേജ് ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പങ്കാളിത്തത്തിന് എന്ത് ചെയ്യുക? നേതൃത്വം കൊടുക്കുക, ഡെവലപ്പ് ചെയ്യുക. ഡെവലപ്പിംഗ് സ്പെസിഫിക് മെക്കാനിസം ടു എൻഗേജ് ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസിന്റെ കീ പോയിന്റ്സുകളായിട്ട് അറിയപ്പെടുന്നത്. ഇനി നമ്മൾക്ക് ടൈപ്സ് ഓഫ് പ്രിപ്പയർഡ്നെസ്. പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എടുക്കും. അതാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയാം, മുൻകരുതൽ. ആ മുൻകരുതലിന്റെ ടൈപ്സുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 3 തരത്തിലുള്ള മുൻകരുതൽ ടൈപ്സുകളാണുള്ളത്. ഒന്ന് ടാർഗറ്റ് ഓറിയന്റഡ് പ്രിപ്പയർഡ്നെസ്, ടാസ്ക് ഓറിയന്റഡ്, ഡിസാസ്റ്റർ ഓറിയന്റഡ്. അതിൽ ടാർഗറ്റ് ഓറിയന്റഡ് പ്രിപ്പയർഡ്നെസ് എന്താ എന്ന് നമുക്ക് നോക്കാം. 3 തരത്തിലാണ് പ്രിപ്പയർഡ്നെസ് ഉള്ളത്. ടാർഗറ്റ് ഓറിയന്റഡ് പ്രിപ്പയർഡ്നെസ് ഉണ്ട്, ടാസ്ക് ഓറിയന്റഡ് പ്രിപ്പയർഡ്നെസ് ഉണ്ട്, ഡിസാസ്റ്റർ ഓറിയന്റഡ് ഉണ്ട്. അതില് നമുക്ക് ടാർഗറ്റ് ഓറിയന്റഡ് പ്രിപ്പയർഡ്നെസ് എന്താ എന്ന് നോക്കാം. ടാർഗറ്റ് ഓറിയന്റഡ് preparedness plan are target specific instance. The focus is led on making different types of planning for the vulnerable groups: women, children, elderly and disabled. അതായത് സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും ഡിസബിൾഡ് പറഞ്ഞാൽ എന്താ? അംഗവൈകല്യമുള്ളവരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതായത് തീവ്രത, ഈ ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ആസൂത്രണം നടപ്പാക്കുന്നതിനും ഒരു ടാർഗറ്റ് വേണം. ആർക്കൊക്കെ? വുമൺസിനും, ചിൽഡ്രൻസിനും, എൽഡർലി പേഴ്സണും, ഡിസബിൾഡ് പേഴ്സണും. ഇത്രയും ആളുകളേക്ക് വേണ്ടി കൂടുതൽ പ്ലാനിങ്ങും അതേപോലെ തന്നെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ട പ്രത്യേകപരമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാനിങ്ങും ടാർഗറ്റും ചെയ്യണം എന്നാണ് ടാർഗറ്റ് ഓറിയന്റഡ്. ഒരു ടാർഗറ്റ്, ഇന്ന ആളുകളെ നമുക്ക് കൂടുതൽ അവരെ
സംരക്ഷിക്കണം. അപ്പൊ ഒരു ദുരന്തം നടന്നു. അപ്പൊ ആരോഗ്യവാന്മാരായിട്ടുള്ള പുരുഷന്മാരെ എല്ലാം അവിടെ ടാർഗറ്റ് ചെയ്യുക. അവര് എന്ത് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ട് സ്ത്രീകളായിട്ടുള്ളവരെയും കുട്ടികളായിട്ടുള്ളവരെയും പ്രായമായിട്ടുള്ളവരെയും അംഗവൈകല്യമുള്ളവരെയും സഹായിക്കാനാണ് അവിടെ ശ്രമിക്കേണ്ടത്. അതാണ് ടാർഗറ്റ് ഓറിയന്റഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് ദുരന്തം ഉണ്ടായാലും ആ ദുരന്ത മുഖത്ത് നിന്നും നമ്മൾ പെട്ടെന്ന് റിക്കവർ ചെയ്യേണ്ടത് ആരേനൊക്കെയാണ് എന്നാ പറയുന്നത് വുമൺസിനെയും ചിൽഡ്രനെയും എൽഡർലി പേഴ്സണെയും ഡിസബിൾഡ് പേഴ്സണെയുമാണ്. ആൻഡ് ദെൻ അതേപോലെ തന്നെ അടുത്ത പോയിന്റ് ഇതിൽ വരുന്ന മറ്റു പോയിന്റുകൾ ടാർഗറ്റ് ഓറിയന്റഡിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ലൈവ് സ്റ്റോക്ക് പ്രിപ്പയർഡ്നെസ് പ്ലാൻ, കോമ്പോസിറ്റ് ആൻഡ് ലോങ് ടേം ഡിസാസ്റ്റർ ഹെൽത്ത് പ്രിപ്പയർഡ്നെസ് പ്ലാൻ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോർഡിനേഷൻ. ഇത്രയും കാര്യത്തെയാണ് ടാർഗറ്റ് ഓറിയന്റഡ് എന്ന് പറയുക. ഇപ്പൊ ടാർഗറ്റ് ഓറിയന്റഡ് പറഞ്ഞാല് അതായത് കുറച്ച് ആളുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് ടാർഗറ്റ് ഓറിയന്റഡ് അറിയുക. അത് കൂടുതലായിട്ടും സ്ത്രീകൾ, കുട്ടികൾ, വയസ്സായവർ, അതേപോലെ തന്നെ അംഗവൈകല്യമുള്ളവർ, അവരിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നതാണ് ടാർഗറ്റ് ഓറിയന്റഡ്. അതേപോലെ തന്നെ അതിൽ വരുന്ന മറ്റു പോയിന്റ്സുകളാണ് ലൈവ് സ്റ്റോക്ക് അതായത് ലീവ് സ്റ്റോക്ക് പ്രിപ്പയർനെസ് പ്ലാൻ. ലീവ് സ്റ്റോക്ക് പ്രിപ്പയർനെസ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇറ്റ് മേ ഇൻക്ലൂഡ് പ്രിപ്പറേറ്ററി വർക്ക് ഇറ്റ് ഓൺ ഡിബേറ്റ്സ് ദാറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അഫേർഡ് കമ്മ്യൂണിറ്റി പ്രൊഫൈൽ, ലൈവ് സ്റ്റോക്ക് പ്രൊഫൈൽ ആൻഡ് ആനിമൽ റിസ്ക്. അതായത് ലൈവ് സ്റ്റോക്ക് പ്രിപ്പയർനെസ് പ്ലാനിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പലതരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതും എങ്ങനെ അതിനൊരു അത്തരം പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണം എന്നാണ് ഏതിലൂടെ വ്യക്തമാക്കുന്നത്? ലൈവ് സ്റ്റോക്ക് പ്രിപ്പയർനെസ് പ്ലാൻ. അതേപോലെ തന്നെ അതിൽ ലൈവ് സ്റ്റോക്ക് പ്രിപ്പയർനെസ് പ്ലാനിൽ റിക്കവറി വരും, റീഹാബിറ്റേഷൻ വരും, കൺട്രോൾ ഓഫ് ഡിസീസ് വരും. ആളുകളെ ദുരന്തത്തിൽ നിന്ന് റിക്കവർ ചെയ്യുക, പുനരധിവസിപ്പിക്കുക, രോഗം വരാതെ അവരെ സംരക്ഷിക്കുക എന്നീ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് ലൈവ് സ്റ്റോക്ക് പ്രിപ്പയർനെസ് പ്ലാൻ എന്ന് പറയുക. ഇനി കോമ്പോസൈറ്റ് ലോങ് ടേം ഡിസാസ്റ്റർ ഹെൽത്ത് പ്രിപ്പയർനെസ് പ്ലാൻ. കോമ്പോസൈറ്റ് ലോങ് ടേം ഡിസാസ്റ്റർ ഹെൽത്ത് പ്രിപ്പയർനെസ് പ്ലാൻ. ഹെൽത്ത് ആരോഗ്യ സംരക്ഷണപരമായിട്ടുള്ള പ്ലാനുകൾ. എ കോമ്പോസിറ്റ് പ്ലാൻ മിറ്റിഗേഷൻ ഓഫ് മെഡിക്കൽ and health related problem arising out of any natural disaster should be include community profile plan, action, resource planning, training planning, allied planning, periodical practice, evaluation of plan. ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് കോമ്പോസിറ്റ് ആൻഡ് ലോങ് ടേം ഡിസാസ്റ്റർ ഹെൽത്ത് പ്രിപ്പയർഡൻസ് പ്ലാൻ. അതേപോലെ പിന്നെ കോഓറിയന്റേഷൻ. അതേപോലെ കോഓറിയന്റേഷനും ഉണ്ട്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറഞ്ഞാല് CBDM, പ്രോപ്പർട്ടി വർക്ക് ഓഫ് CBDM പ്ലാൻ, സേഫ് ഗാർഡ് ലീവ്സ്, ലൈവ്ലിഹുഡ്, പ്രോപ്പർട്ടി ഇൻ ഈസ് കണ്ടക്ട്, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി പീപ്പിൾ ഇന്റഗ്രൽ ടു ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. അതായത് ആളുകളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഏത്? കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ആളുകളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നതാണ് ഏത്? കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരെയും എന്ത് ചെയ്യുക? ഇറ്റ് പെർട്ടിനന്റ് ദാറ്റ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏജൻസി take place systematically even though coordination has to be established between central, state, local level. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ലോക്കൽ ലെവലിലുമുള്ള എല്ലാ ആളുകളെയും ഗവൺമെന്റിനെയും നോൺ ഗവൺമെന്റ് മേഖലകളെയും എന്ത് ചെയ്യുക? ഒന്നിപ്പിക്കുക എന്നതാണ് കോഓർഡിനേഷൻ പ്ലാൻ. എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് സ്റ്റേറ്റ് ഗവൺമെന്റിനെയും ലോക്കൽ ഗവൺമെന്റിനെയും സെൻട്രൽ ഗവൺമെന്റിനെയും നോൺ ഗവൺമെന്റിനെയും ഒക്കെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിനെയാണ് എന്ത് പറയുക? കോഓർഡിനേഷൻ. അടുത്ത ടോപ്പിക്കാണ് ടാസ്ക് ഓറിയന്റഡ് പ്ലാൻ. ടാസ്ക് ഓറിയന്റഡ് പ്ലാനില് എന്തൊക്കെ വരുന്നുണ്ട്?
മാപ്പിംഗ് വരുന്നുണ്ട്, പ്ലാനിങ് വരുന്നുണ്ട്, ഫോമിംഗ് ഡിസാസ്റ്റർ ടാസ്ക് ഫോഴ്സ് വരുന്നുണ്ട്, ട്രെയിനിങ് ഓഫ് മെമ്പേഴ്സ് ടാസ്ക് ഫോഴ്സ് ആൻഡ് അതർ ട്രെയിനിങ് കൊടുക്കുക മെമ്പേഴ്സിന്, ക്രിയേറ്റിംഗ് സ്ട്രക്ചർ ഫോർ ക്യാമ്പയിൻ, അതേപോലെ തന്നെ ഇതിനൊരു ഘടനാപരമായിട്ടുള്ള ക്യാമ്പയിനിങ്ങിന് രൂപം കൊടുക്കുക, ഓപ്പറേഷണലൈസിംഗ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, റിക്രൂട്ടിംഗ് പേഴ്സണൽ ഫോർ റിലീഫ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെയാണ് ഏതായിട്ട് അറിയപ്പെടുന്നത്? ടാസ്ക് ഓറിയന്റഡ് പ്രിപ്പയർനെസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി ഡിസാസ്റ്റർ ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസാസ്റ്റർ ഓറിയന്റഡിൽ രണ്ടെണ്ണാണുള്ളത്. സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷറും ഉണ്ട്, നോൺ സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷറും ഉണ്ട്. ഡിസാസ്റ്റർ മൂന്നെണ്ണം ഉണ്ട്. ടാർഗറ്റ് ഓറിയന്റഡ് പ്രിപ്പയർനെസ് ആണ് ഇതൊക്കെ ടാർഗറ്റ്. പിന്നെ ടാസ്ക് ഓറിയന്റഡിന്റെ പോയിന്റ്സുകളാണ് ഇതൊക്കെ. പിന്നെ ഡിസാസ്റ്റർ ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് ഉണ്ട്. സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷർ അതേപോലെ തന്നെ അതിൽ വരുന്നതാണ് നോൺ സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷേഴ്സ്. ഇപ്പൊ ഡിസാസ്റ്റർ ഓറിയന്റഡ് രണ്ട് രീതിയിലാണുള്ളത്. ഏതൊക്കെയാണ്? ടാർഗറ്റ് ഓറിയന്റഡ് ഏതൊക്കെയാന്ന് മനസ്സിലായി, അതിന്റെ പോയിന്റ് മനസ്സിലായി. ടാസ്ക് ഓറിയന്റഡിൽ ഈ 7 പോയിന്റ്. ഇനി ഡിസാസ്റ്റർ ഓറിയന്റഡിൽ വരുന്നത് സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷേഴ്സും നോൺ സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷേഴ്സും. അതിൽ സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാ വരിക? പ്രൊട്ടക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് മെഷേഴ്സ്. പ്രൊട്ടക്റ്റീവ് ആയിട്ടും റിയാക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് വരുന്നതാണ് സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷേഴ്സ്. പ്രൊട്ടക്റ്റീവ് ആയിട്ടും റിയാക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് വരുന്നതാണ് സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷേഴ്സ്. പിന്നെ നോൺ സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷേഴ്സ് പറഞ്ഞാല് അഡ്മിനിസ്ട്രേറ്റീഷൻ, റെഗുലേറ്ററി ലെജിസ്ലേഷൻ, ഇൻഷുറൻസ് സ്കീം, ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ്, റെസ്പോണ്ടിങ് വാർമിംഗ് സിസ്റ്റം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്, പ്രൊവിഷൻ ഓഫ് ഇൻസെന്റീവ്സ്, ക്രിയേറ്റിംഗ് ഓഫ് പബ്ലിക് അവയർനെസ്. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് എന്ത് പറയാ? നോൺ സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷേഴ്സ്. അപ്പോൾ ഡിസാസ്റ്റർ ഓറിയന്റഡ് രണ്ടെണ്ണാണുള്ളത്. സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷറും ഉണ്ട്, നോൺ സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷേഴ്സും ഉണ്ട്. നോൺ സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷേഴ്സിൽ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ്, റെഗുലേറ്ററി ലെജിസ്ലേഷൻ, ഇൻഷുറൻസ് സ്കീം, ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ്, റെസ്പോണ്ടിങ് ടു വാർമിംഗ് സിസ്റ്റം, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ്, പ്രൊവിഷൻ ഓഫ് ഇൻസെന്റീവ്സ്, ക്രിയേഷൻ ഓഫ് പബ്ലിക് അവയർനെസ്. ഇത്രയും കാര്യങ്ങൾ വരുന്നതിന് നമ്മൾ എന്ത് പറയുക? നോൺ സ്ട്രക്ചറൽ പ്രിപ്പയർനെസ് മെഷേഴ്സ്. അപ്പൊ കുട്ടികളെ ഈ 6ാമത്തെ യൂണിറ്റ് ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ പറയാനുണ്ടായിരുന്നത്. അപ്പൊ ഈ 6ാമത്തെ യൂണിറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നോട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഓക്കെ.